ഹലോ ഫ്രണ്ട്സ്, ഡ്രൈവ് വിസി ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിദ്യ. ലേണേഴ്സ് ടെസ്റ്റ് എളുപ്പത്തിൽ പാസ്സാക്കാൻ വേണ്ടിയിട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു മൊബൈൽ ആപ്പ് ഇറക്കിയിട്ടുണ്ട്. അത് എങ്ങനെ ഓപ്പൺ ചെയ്ത് പഠിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും ലേണേഴ്സ് എക്സാമിന് പ്രിപ്പയർ ആയി പേപ്പറൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കുകയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ എക്സാം നല്ല ടഫാണ്. ഒക്ടോബർ മാസം തൊട്ട് ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ലേണേഴ്സ് ലൈസൻസും ഡ്രൈവിംഗ് ടെസ്റ്റും കുറച്ചും കൂടി എന്തായിട്ടുണ്ട്, ടഫാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് പേടിക്കേണ്ട, ഓൾറെഡി നമ്മൾ ശരിക്കും എല്ലാം പഠിച്ചിട്ടാണ് പോകുന്നത്. നേരത്തെയൊക്കെ ഇപ്പോൾ നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബറിന് മുമ്പൊക്കെ മൊത്തം 20 ചോദ്യം ഉണ്ടായിരുന്നു. നമ്മളതിൽ 18 അറ്റൻഡ് ചെയ്യും, 18-ൽ 12 പാസ്സായാൽ മതി. ചോദ്യങ്ങളും വളരെ എളുപ്പം, ആൻസറും അതിനേക്കാൾ എളുപ്പമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, കുറച്ചും കൂടി ഏകദേശം PSC എക്സാം എഴുതുന്ന പോലെ എന്ന് വെച്ചാൽ ചോദ്യത്തിൻ്റെ ക്വസ്റ്റ്യൻ്റെ അളവ് അങ്ങേയറ്റം എന്ത് ചെയ്തിട്ടുണ്ട്, കൂട്ടിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ പഠിക്കുന്ന ഒരു ബുക്കിൽ 100 ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഏകദേശം ഇത് 400ഓളം ഉണ്ട്. ശരിക്കും പഠിച്ചിട്ട് ചെന്നാൽ മാത്രമേ നമുക്ക് ഒരു അറ്റംപ്റ്റിൽ പാസ്സാകാൻ പറ്റത്തുള്ളൂ. ഇനി പഠിച്ചാൽ മാത്രം പോരാ, നമുക്ക് ചെറിയൊരു മോക്ക് ടെസ്റ്റും കൂടി നടത്തി നോക്കാൻ പറ്റും. അത് നമുക്കിപ്പോൾ ഫോൺ വഴി തന്നെ എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും ടെക്സ്റ്റ് വായിച്ച് പഠിക്കുന്നേക്കാളും എല്ലാവരും എവിടെ പോയാൽ പഠിക്കുന്നത്? ഫോണില്ല അല്ലേ? യൂട്യൂബ് എടുക്കും, നമ്മളങ്ങ് പഠിക്കും. സോ അപ്പോൾ നമുക്കൊരു ആപ്പുണ്ട്, ആ ആപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി പഠിക്കാം. ആ എക്സാംക്ക് ഒരു ചെറിയൊരു മോക്ക് ടെസ്റ്റും കൂടി നടത്തിയിട്ട് പോകാൻ പറ്റും. അപ്പോൾ കുറച്ച് നിങ്ങൾക്ക് കൂടി എന്ത് കിട്ടും, ഒരു കോൺഫിഡൻറ്റ് കിട്ടും. ഒറ്റയ്ക്ക് പാസ്സാവണ്ടേ? എന്നാൽ ഫോൺ എടുത്തോ. ഫോൺ എടുത്തിട്ട് പ്ലേ സ്റ്റോറിൽ പോവാം. അതിൽ MVD ലീഡ്സ് ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യും. ഇൻസ്റ്റാൾ ചെയ്താ അത് നമുക്ക് ആദ്യം എന്താ ചോദിക്കുന്നത്, നമ്മളുടെ മൊബൈൽ നമ്പർ അല്ലേ, നിങ്ങളുടെ സ്വന്തം ഫോൺ നമ്പർ അതിൽ കൊടുക്കുക. കൊടുത്തില്ലേ? നെക്സ്റ്റ് ഓപ്ഷൻ എന്നാ, സബ്മിറ്റ്, അതും കൊടുക്കുക. അതിനുശേഷം ചോദിക്കുന്നതാ നമ്മുടെ കംപ്ലീറ്റ് യുവർ രജിസ്ട്രേഷൻ അല്ലേ. അപ്പോൾ നമുക്കവിടെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മുടെ പേര്, മെയിൽ ഓർ ഫീമെയില്, ഡേറ്റ് ഓഫ് ബർത്ത്, ഏത് RTO അല്ലേ. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. ആദ്യം നമ്മുടെ പേര് കൊടുക്കുക, അതിനുശേഷം ജെൻഡർ കൊടുക്കുക, മെയിൽ ഓർ ഫീമെയില്. അതിനുശേഷം എന്തുവാ ചോദിക്കുന്നത്, ഡേറ്റ് ഓഫ് ബർത്ത് അല്ലേ, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ RTO ഓഫീസ് മൂവാറ്റുപുഴ അല്ലേ, അപ്പോൾ നമുക്ക് മൂവാറ്റുപുഴ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഓൾറെഡി നിങ്ങൾ സ്റ്റുഡൻ്റ് അല്ലേ, എവിടെയാണ് സ്റ്റുഡൻ്റ് ആയിട്ട് നിൽക്കുന്നത്? ഡ്രൈവിംഗ് സ്കൂളിൽ. അപ്പോൾ അടുത്ത ഓപ്ഷൻ എന്താ കൊടുക്കേണ്ടത്, ഡ്രൈവിംഗ് സ്കൂൾ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഏത് സ്കൂളിലാണ് ജോയിൻ ചെയ്തേക്കുന്നത്? ഈസി ഡ്രൈവില്. നമ്മുടെ സ്കൂള്, അതായത് നമുക്ക് സെലക്ഷൻ ഉണ്ട് അവിടെ, ഓരോന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അല്ലേ. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൂവാറ്റുപുഴ RTO ഓഫീസിൽ ഏത് RTO ഓഫീസാണോ ആ RTO ഓഫീസിൻ്റെ കീഴിൽ ഈ MVD ലീഡ്സ് ആപ്പ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾ, മിക്ക ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർമാർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. അവരുടെ സ്കൂളിൻ്റെ ഡീറ്റെയിൽ എവിടെ കൊടുത്തിട്ടുണ്ട്, ഓൾറെഡി ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ ഓപ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പേര് കയറി വരുന്നുണ്ട്. നോക്കിക്കേ, ഈസി ഡ്രൈവ് എന്ന് പറഞ്ഞ് വരുന്നില്ലേ? ഓക്കെ, ഈസി ഡ്രൈവ് വരുന്നുണ്ടല്ലേ. വന്നോ മാത്യു? ഓക്കെ അല്ലേ? അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് കൊടുക്കണം, നമ്മുടെ ഈ കംപ്ലീറ്റ് അതായത് ഫില്ല് ചെയ്തേക്കുന്നതൊക്കെ ഓക്കെ ആണെന്ന് എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. ഒന്നും കൂടി നോക്കിയിട്ട് ഫയൽ എന്ത് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തോ? ഇനി നമ്മൾ MVD ലീഡ്സ് എന്ന് പറഞ്ഞ ആപ്പ് കംപ്ലീറ്റ് എന്തായി, ഓപ്പൺ ആയി കഴിഞ്ഞു. ഓൾറെഡി നമ്മൾ പേര്, രജിസ്ട്രേഷൻ, ഫോൺ നമ്പർ എല്ലാം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇനി നോക്കിക്കേ, നമുക്ക് ലാംഗ്വേജ് സെലക്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് മലയാളം എങ്കിൽ മലയാളം, ഇംഗ്ലീഷ് എങ്കിൽ ഇംഗ്ലീഷ്. ഇത് സെലക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുമ്പം എപ്പോഴും ഇപ്പം ഇംഗ്ലീഷ് മീഡിയം പഠിച്ചാലും കുറച്ചും കൂടി എല്ലാവരും ക്ലിയർ ചെയ്ത് പോകുന്ന ലാംഗ്വേജ് മലയാളം ആയിരിക്കും. അത് നിങ്ങളുടെ തന്നെ ഓപ്ഷനാണ്. എളുപ്പം വായിച്ച് എളുപ്പം കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആയിരിക്കണം സെലക്ട് ചെയ്യാൻ. കാരണം നമുക്ക് നോക്കി വായിച്ച് മനസ്സിലാക്കി നമ്മൾ ടിക്ക്, അതറിയാലോ, ഒരു ചോദ്യവും 3 ഓപ്ഷനും ആയിരുന്നു അല്ലേ. അപ്പോൾ ചോദ്യം നമുക്ക് എളുപ്പം വായിച്ചിട്ട് ഈ 3 ആൻസറും വായിച്ച് നമുക്ക് ടിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ടൈം ഔട്ട് പോകും. സ്പീഡപ്പിലായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണോ എളുപ്പം പറ്റുക ആ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തോ?
സെലക്ട് ചെയ്തില്ലേ? അതിനുശേഷം വരുന്ന എന്തൊക്കെയാ? ഡ്രൈവിംഗ് എന്ത് എങ്ങനെ അല്ലേ? അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് കംപ്ലീറ്റ് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും അല്ലേ? ഡ്രൈവിംഗ് എന്താൽ എങ്ങനെ, ഏതൊക്കെ രീതിക്ക് എന്നുള്ളത്. അതിനുശേഷം വരുന്നത് ട്രാഫിക് സിഗ്നൽ. റോഡിൽ കൂടി പോകുമ്പോൾ അത്യാവശ്യം ട്രാഫിക് സിഗ്നലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഇത് രണ്ടും നോക്കിയിട്ട് നമുക്ക് അടുത്തതിലേക്ക് നമ്മൾ പോകുന്ന എന്താ? ലേണേഴ്സ് ചോദ്യവലി. ആ കിടപ്പുണ്ട്, അതിൽ കിടപ്പുണ്ട് നമ്മൾ ഏകദേശം അറ്റൻഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും. അത്രയും കറക്റ്റ് ചെയ്ത് നമ്മൾ അടുത്തതിലേക്ക് പോകുന്ന എന്തിലാ? നമ്മുടെ മോക്ക് ടെസ്റ്റ്. സോ നമ്മൾ എക്സാം എഴുതാൻ തയ്യാറായിട്ട് പോകണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. ഇത് അതായത് ആദ്യം ചോദിച്ചേക്കുന്ന ഡ്രൈവിംഗ് എന്നാൽ എന്താ, അത് പഠിക്കണം. ട്രാഫിക് സിഗ്നൽസ് കറക്റ്റ് ചെയ്യുക. അതിനുശേഷം ലേണേഴ്സിന്റെ ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അതിനുശേഷം നമ്മൾ എവിടെ പോവുക? മോക്ക് ടെസ്റ്റ് നടത്തുക. അതിൽ എനിക്ക് തോന്നുന്നത് 30 ചോദ്യം, ആകെ 30 ചോദ്യം 15 മിനിറ്റ് അല്ലേ? 30 ചോദ്യം 15 മിനിറ്റ്. പക്ഷെ ആദ്യം കൊടുത്തേക്കുന്നതിൽ ഏകദേശം 7 ചോദ്യമാണ്. ആ 7 ചോദ്യം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമേ നമ്മൾ അടുത്ത ഇതിലേക്ക് പോകുന്നുള്ളൂ അല്ലേ? കണ്ടോ? എല്ലാവരും കണ്ടില്ലേ? സോ അതെന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നത് അതിൽ തന്നെ നമുക്ക് കുറേ അങ്ങ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എക്സാം നമ്മൾ മാക്സിമം 2-3 തവണ. നിങ്ങൾ പഠിക്കുന്നത് ഒരു കോഴ്സാണ്, ജസ്റ്റ് ഡ്രൈവിംഗ് ലൈസൻസ് അല്ല. മനസ്സിലാവുന്നുണ്ടോ? പണ്ടൊക്കെയാണ് സ്കൂളുകളിൽ ചെന്നാൽ ലൈസൻസ് ഇപ്പം കിട്ടും എന്നുള്ള രീതി. ആ രീതിയൊക്കെ മാറി. നിങ്ങൾക്കൊരു കുറേ നിയമങ്ങളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അതിപ്പോൾ ശരിക്കും പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ലേണേഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, പാസ്സാകാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു കടമ്പ എന്നതാ? ഡ്രൈവിംഗ് ടെസ്റ്റ്. ഓൾറെഡി ഇപ്പോൾ മിക്ക ആർട്ട് ഓഫീസുകളിലും വന്നു കഴിയുമ്പോൾ സാർമാർ എന്ത് ചോദിക്കുന്നുണ്ട്? ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എവിടെ കൊടുത്തിട്ടുണ്ട്? ഓൾറെഡി ഇതിലുണ്ട്. ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ശരിക്കും എന്ത് ചെയ്യണം? പഠിക്കണം. പഠിച്ചിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം പാസ്സാകാൻ പറ്റും. പാസ്സാവില്ലേ? ഒറ്റയടിക്ക് പാസ്സാവില്ലേ? അപ്പോൾ ഫോൺ വഴി എല്ലാം ഇൻസ്റ്റാൾ ചെയ്തല്ലോ. യെസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഏകദേശം, അതായത് നമ്മൾ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഡ്രൈവിങ്ങുമായിട്ട് അല്ലേ? കുറച്ചും കൂടി ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ആണെങ്കിലും ശരി, ലേണേഴ്സ് ലൈസൻസ് ആണെങ്കിലും ശരി, ടഫാണ്. ഇനി നമുക്ക് അങ്ങോട്ട് പോകും തോറും ഇതെന്താവും? കൂടത്തേ ഉള്ളൂ, ഒരിക്കലും കുറയത്തില്ല. നമ്മുടെ ഗവൺമെന്റ് മാറി എന്ന് വെച്ച്, നമ്മുടെ ഗതാഗത മന്ത്രി മാറി എന്ന് വെച്ച് നമ്മുടെ നിയമങ്ങൾക്കൊന്നും പെട്ടെന്നൊന്നും മാറ്റം വരില്ല. ആരും സന്തോഷിക്കണ്ട. ഇനി വരുന്ന ആളും കുറച്ചും കൂടി എന്ത് ചെയ്യും? കൂട്ടി വയ്ക്കത്തേ ഉള്ളൂ. ഇപ്പൊ ഞാനൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ പറയും കുറച്ചും കൂടി കൂട്ടണമെന്നേ പറയത്തുള്ളൂ. എന്തിനാ? ഇപ്പൊ ചെന്നാ കിട്ടും ലൈസൻസ് എന്ന് പറയുന്ന ആ ചിന്താഗതി മാറണം. കുറെ പഠിക്കാനുണ്ട് അല്ലേ? റൂൾസ് അനുസരിച്ച് നമുക്ക് അത്യാവശ്യം എന്ത് ചെയ്യാം? പഠിക്കണം. നമുക്ക് പേരൊരു ലൈസൻസ് പാടില്ല. ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് ഒരു കോഴ്സാണ്. നിങ്ങളുടെ വീട്ടുകാരൊക്കെ പറയും ആ പൊക്കോ ഇപ്പൊ കിട്ടും, പക്ഷെ ഇപ്പൊ വന്നാൽ കിട്ടത്തില്ല. മാക്സിമം എന്ത് ചെയ്യണം? ചിരിക്കാനല്ല, മാക്സിമം പഠിക്കണം. കാരണം ഏറ്റവും കൂടുതൽ എല്ലാവരും ശ്രദ്ധിച്ചിട്ടില്ലേ, അപകടം ഉണ്ടാകുന്ന പിള്ളേരുടെ എണ്ണം കൂടുകയാണ്. ഈ വെക്കേഷൻ സമയങ്ങളിൽ തന്നെ വായിച്ചില്ലേ, കുറേ ഉണ്ട്. ഇപ്പൊ മൂവാറ്റുപുഴ കീഴിലാണെങ്കിൽ ഒരു 2 ആഴ്ചയായുള്ളൂ ആ കൊച്ചു ലൈസൻസ് എടുത്തിട്ട് എനിക്ക് കൂടി പോയി ഒരു വർഷം വണ്ടി അടിയിൽ പോയി. എങ്ങനെയാ പോയേ? ഓവർ സ്പീഡായിരുന്നു, ഓവർടേക്ക് ആയിരുന്നു, ഹെൽമെറ്റ് വെച്ചില്ല. പോയില്ലേ? ആർക്ക് പോയി? അവന് പോയി, അവൻ്റെ വീട്ടുകാർക്ക് പോയി അല്ലേ? ആ ഒരു ഉത്തരവാദിത്തം ഓൾറെഡി പറയുന്നുണ്ട്. ഡ്രൈവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യരുത്? ഓവർടേക്ക് ചെയ്യരുത്. 2 വീലർ ഓടിക്കുമ്പോൾ നിർബന്ധമായിട്ടും ഹെൽമെറ്റ് വെക്കണം. നിയമങ്ങൾ കാറ്റത്തും നമ്മൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ചും. അതൊക്കെ മാറ്റാനുള്ള ഓരോ കാര്യങ്ങളാണ് ഓരോ ദിവസം കഴിയും തോറും ഗവൺമെൻറ് നമുക്ക് കൂട്ടി വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പഴയ മന്ത്രി മാറിക്കഴിയുമ്പോൾ നമ്മുടെ പുതിയ ഗവൺമെൻറ് വരുമ്പോൾ തന്നെ ഞങ്ങൾ വന്നു കഴിയുമ്പോൾ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ഒരു ആകാംക്ഷയുണ്ട്, വണ്ടിക്ക് ഓൾട്രേഷനൊക്കെ ഇപ്പോൾ പെട്ടെന്ന് കിട്ടും, ലേണേഴ്സ് ലൈസൻസിനൊക്കെ ഒരു മാറ്റം വരുന്നൊക്കെ. എന്നാൽ ഉടനെ ഒന്നും അത് പ്രതീക്ഷിക്കേണ്ട. മാക്സിമം എല്ലാവരും നല്ല രീതിക്ക് എന്ത് ചെയ്യുക? തയ്യാറ് എടുക്കുക. ഈ ഒരു കാര്യം ബഹുഭൂരിപക്ഷം ആർക്കും അറിയത്തില്ല. ഇങ്ങനെ വരുമ്പോഴേ അറിയത്തുള്ളൂ. നിങ്ങൾ ഈ കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി എന്ത് ചെയ്യണം? ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ സ്കൂളിൽ അല്ലാതെ വേറെ സ്കൂളുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. സ്കൂളുകളിൽ വരുമ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകാർ ഓൾറെഡി ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അറിയാത്തവർക്ക് ഒരിക്കൽ കൂടി നിങ്ങൾ ഈ കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? താങ്ക് യു. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാത്തവരുണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കുക. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.